ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് റിപ്പീറ്റർ ഫംഗ്ഷനെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ നോർമലി ചിലർ വിചാരിച്ചിരിക്കുന്നത് വൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന, അതായത് വൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണെന്നാണ്. പക്ഷേ ഈ ഒരു ഫംഗ്ഷനിൽ, അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും WISP മോഡ്, എക്സ്റ്റൻഡർ മോഡ്, റിപ്പീറ്റർ മോഡ്, അങ്ങനെ പല പല മോഡിൽ നമുക്കിത് റൗട്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റൻഡേഴ്സ് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയാണ് ഈ ഒരു ഇഷ്യൂ എന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോഴത്തെ പല ആപ്ലിക്കേഷനും നെറ്റ്വർക്ക് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. നെറ്റ്വർക്ക് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിൽ വന്നാൽ മാത്രമാണ് ആ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ടാലി, അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഡിവൈസസ്, വൈഫൈ ക്യാമറാസ്, അങ്ങനെ ഒരുപാട് വൈഫൈ ക്യാമറാസ് അല്ല, NVR. അപ്പോൾ അതൊക്കെ നെറ്റ്വർക്ക് ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു നെറ്റ്വർക്കിൽ തന്നെ ഈ ഡിവൈസുകൾ കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് ആ നെറ്റ്വർക്കിൽ അത് എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറ്റണമെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടോ മറ്റോ നമ്മൾ ഇതുപോലെ വൈഫൈ എക്സ്റ്റൻഡേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ അത് കോൺഫിഗറേഷൻ ചെയ്യുന്ന മോഡ് വളരെ പ്രധാനമാണ്. പലവരും ഇത്തരത്തിലുള്ള റൗട്ടേഴ്സ് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണവും അതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ വരുന്ന ഒരു ലാൻ നെറ്റ്വർക്ക്, അതായത് അവിടുത്തെ ഗേറ്റ് വന്നേക്കുന്നത് 192.168.1.1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡിവൈസുകൾക്കൊക്കെ പോയേക്കുന്ന ആ ഒരു 1 സീരീസിലുള്ള ആ ഒരു IP ലാൻ IP ആയിരിക്കും പോയേക്കുന്നത്. 1.65, 1.70, 1.100 ആ ഒരു 1 സീരീസിലായിരിക്കും പോയേക്കുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു റൗട്ടർ വയ്ക്കുക. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഒരു അപേക്ഷ പ്രകാരം നമ്മളവിടെ ചെന്നൊരു റൗട്ടർ വയ്ക്കുകയാണെന്ന് വെച്ചോ. ഒരു റൗട്ടർ വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ലാൻ പോയിന്റിൽ നിന്ന് ഒരു ലാൻ എടുത്തിട്ട് നമ്മൾ ഈ ഒരു റൗട്ടറിൻ്റെ വാൻ പോയിന്റിൽ കൊടുത്തിട്ട് ആ ഒരു റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്തു എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന രീതി വാൻ മോഡിലാണെങ്കിൽ, അതായത് റൗട്ടർ മോഡിലാണ് അത് കോൺഫിഗറേഷൻ ചെയ്യണമെങ്കിൽ, ആ റൗട്ടറിന് നമ്മൾ വെക്കുന്ന റൗട്ടറിൻ്റെ IP വന്നിട്ട് 192.168.0.1 ആയിരിക്കും എന്ന് വിചാരിക്കുക. 0.1 ആണ്. അപ്പോൾ രണ്ട് IP ആയി, 1.1 ആയി, 0.1 ആയി. രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ആ സിസ്റ്റത്തിൽ നിന്ന് ഒരു ടാലി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ട് കൊടുത്തിട്ട് ബാക്കി സിസ്റ്റമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ഡിഫറെൻറ്റ് നെറ്റ്വർക്കായി. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വേറെ ചിലപ്പോൾ ഒരു ഓട്ടോമേഷൻ ഡിവൈസിൽ നമുക്ക് എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ നോക്കിയാലോ, അതിനെ കോൺഫിഗറേഷൻ ചെയ്യാൻ നോക്കിയാലോ അത് എടുക്കില്ല. കാരണം പറയും അത് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് പൂളാണ്, ഡിഫറെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ഇത്തരം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡിവൈസുകൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന മോഡിൽ പ്രാധാന്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ, അതായത് വയേർഡ് വലിച്ചാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതെങ്കിൽ അത് ഒരു AP മോഡിൽ, ഒരു ആക്സസ് പോയിൻറ്റ് മോഡിൽ വേണം കോൺഫിഗറേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ അത് ബ്രിഡ്ജ് ചെയ്തിട്ട് വേണം, DHCP ഡിസേബിൾ ചെയ്ത് ബ്രിഡ്ജ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത്തരം വീഡിയോസുകൾ, കോൺഫിഗറേഷൻ വീഡിയോസ് എല്ലാം ഒരുപാട് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനൽ, ദിനേഷ് കുമാർ സീരീസുള്ള യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ട്യൂട്ടോറിയൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി ആ ചാനൽ കാണാം. കോൺഫിഗറേഷൻ നമ്മളിവിടെ പറയുന്നില്ല, ഇതിൻ്റെ ഒരു ബേസിക് തിയറി മാത്രമാണ് പറയുന്നത്. കോൺഫിഗറേഷൻ ഒരുപാട് വീഡിയോസ് ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. സോ നമ്മൾ ആ ഒരു റൗട്ടറോടെ വെച്ചു, ആ റൗട്ടർ വെച്ചിട്ട് വയേർഡ് വഴിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്താക്കണം, ഒരു ആക്സസ് പോയിൻറ്റ് മോഡിലോ അല്ലെങ്കിൽ DHCP ഡിസേബിൾ ചെയ്തിട്ട് ബ്രിഡ്ജ് മോഡിലോ ആക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ മെയിൻ മോഡത്തിൻ്റെ ഈ 1.1 ഈ റൗട്ടറിൽ നിന്ന് കണക്ട് ചെയ്യുന്നവർക്കും അത് കിട്ടുള്ളൂ. ഈ റൗട്ടറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾക്കും അതിൻ്റെ ആക്സസ് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ടാലി ഉൾപ്പെടെയുള്ള ആ ഒരു ഉപയോഗിക്കുന്ന സിസ്റ്റത്തിലോട്ടും ഈ 1.1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഡിവൈസ്, പുതിയതായിട്ട് വെച്ച ഡിവൈസും ഈ ഒരു നെറ്റ്വർക്കിൽ തന്നെ വരണം. അപ്പോൾ അതിനെ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ റൗട്ടർ മോഡിലോ അല്ലെങ്കിൽ DHCP ഡിസേബിൾ ചെയ്ത് ബ്രിഡ്ജ് മോഡിലോ ആക്കിയാലാണ് വയേർഡ് വഴി വലിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആക്സസ് കിട്ടുള്ളൂ. ഇനി വയർലെസ് ആയിട്ട് ചെയ്യുമ്പോൾ, ഇനി അവിടെ തന്നെ നമുക്ക് വയേർഡ് വലിച്ചല്ല, ഒരു വയർലെസ് ആയിട്ടാണ് ഒരു നെറ്റ്വർക്ക് കൊടുത്തേക്കുന്നത്, റേഞ്ചിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു NVR ഉള്ള സ്ഥലത്ത് ക്യാമറകളുടെ കൂടെ വേറെ വൈഫൈ ക്യാമറ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് റേഞ്ച് എത്തുന്നില്ല. അപ്പോൾ ഒരു വയർലെസ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റൻഡർ വെച്ചു. ഈ എക്സ്റ്റൻഡർ വെക്കുമ്പോഴും പ്രധാനമുണ്ട്. നമ്മൾ എക്സ്റ്റൻഡർ വെച്ച് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ നോർമലി അത് എക്സ്റ്റൻഡർ അല്ലെങ്കിൽ WISP മോഡിലായിരിക്കും പോകുന്നത്. ഈ WISP മോഡിലാണെങ്കിലും എക്സ്റ്റൻഡർ മോഡിലാണെങ്കിലും അവിടെയും വയർലെസ് ആണെങ്കിലും ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു വൈഫൈ ക്യാമറ ആണെങ്കിൽ നമുക്ക് ഈ NVR കാണിക്കില്ല. കാരണം അതിന് കിട്ടുന്ന ഡിഫറെൻറ്റ് IP ആണ്. ഈ ഒരു 1 സീരീസിൽ IP ആയിരിക്കില്ല. ആ ഒരു എക്സ്റ്റൻഡറിന് വരുന്ന വേണമെങ്കിൽ ഒരു 255 അല്ലെങ്കിൽ 253 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള IP ആയിരിക്കും ആ ഒരു ക്യാമറ കിട്ടുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി NVR കാണിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെയും നമ്മൾ വയർലെസ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു WISP അല്ലെങ്കിൽ WISP മോഡ് അല്ലെങ്കിൽ എക്സ്റ്റൻഡർ മോഡ്, ഈ രണ്ട് മോഡിലും അല്ല കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്നത് റിപ്പീറ്റർ മോഡിൽ വേണം. റിപ്പീറ്റർ മോഡിൽ വയർലെസ് ഡിവൈസ് കോൺഫിഗറേഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മെയിൻ മോഡത്തിൻ്റെ IP നമുക്ക് അവിടെ കിട്ടുള്ളൂ. IP ഈ റിപ്പീറ്റർ മോഡിൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ IP റിലീസ് ചെയ്യുന്ന ഒരു മെയിൻ മോഡായിരിക്കും.
അതായത് ഈവൻ നമ്മൾ ആ എക്സ്റ്റൻഡറിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്ററിൽ ആ ഒരു റിപ്പീറ്ററായിട്ട് വെച്ചിരിക്കുന്ന ഡിവൈസിൽ കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഫോണുകൾക്കോ അല്ലെങ്കിൽ ഏതിനാണോ ഡിവൈസിനാണോ അതിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന IP പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻ മോഡായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു 1 സീരീസ് ആയിരിക്കും വരുന്നത്. ഈ 1 സീരീസ് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. ഇതിനാണോ മെയിൻ മോഡം അല്ലെങ്കിൽ മെയിൻ നെറ്റ്വർക്ക്, അതിനെ വെച്ചായിരിക്കും ഈ റിപ്പീറ്റർ മോഡിൽ വരുന്ന ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വയേർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വയേർഡ് ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ എന്തായിട്ട് ചെയ്യാം, നെറ്റ്വർക്ക് വേണം, സെയിം നെറ്റ്വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഗറേഷൻ ചെയ്യുന്നത് വാൻ മോഡിൽ അല്ലെങ്കിൽ റൗട്ടർ മോഡിലാകരുത്. എന്ത് വേണം, ആക്സസ് പോയിൻറ്റ് മോഡിലായിരിക്കണം, അല്ലെങ്കിൽ ആക്സസ് പോയിൻറ്റ് മോഡിലായിരിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റർ മോഡിലായിരിക്കുക അത് കോൺഫിഗറേഷൻ ചെയ്യണം. അതായത് DHCP ഡിസേബിൾ ചെയ്ത് ബ്രിഡ്ജ് മോഡിലായിരിക്കണം കോൺഫിഗറേഷൻ ചെയ്യുന്നത്. വയേർഡ് ആണെങ്കിൽ. വയർലെസ് ആണെങ്കിൽ WSP മോഡിലും എക്സ്റ്റൻഡർ മോഡിലും കോൺഫിഗറേഷൻ ചെയ്യരുത്. റിപ്പീറ്റർ മോഡിൽ വേണം അത് കോൺഫിഗറേഷൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ ഒരു സെയിം നെറ്റ്വർക്ക് നമുക്കവിടെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.